ഒടുവിൽ 58 വർഷക്കാലം ഇന്ത്യക്ക് പിടിതരാതിരുന്ന എഡ്ബാസ്റ്റണിൽ ടെസ്റ്റ് ജയം സ്വന്തമാക്കി ഇന്ത്യ. രണ്ടാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ 336 റൺസിനാണ് ഇന്ത്യ കീഴടക്കിയത്. ഇന്ത്യ ഉയർത്തിയ 608 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ഏന്തിയ ഇംഗ്ലണ്ട് 271 റൺസിന് ആൾ ഔട്ടായി. ഈ ജയത്തോടെ 5 മത്സരമുള്ള പരമ്പരയിൽ ഇന്ത്യ 1-1 എന്ന് ഒപ്പത്തിനെത്തി. ഒന്നാം ഇന്നിംഗ്സിൽ ഇരട്ട സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയും നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലാണ് കളിയിലെ താരം. 1967 മുതൽ ഇന്ത്യ എഡ്ബാസ്റ്റണിൽ ടെസ്റ്റ് കളിക്കുന്നുണ്ട്. ആ 58 വർഷത്തിനിടെ 8 ടെസ്റ്റുകൾ കളിച്ചിട്ടും ഇവിടെ ഇന്ത്യക്ക് ഒരു മത്സരം പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ആ ചരിത്രമാണ് ഇത്തവണ ഗില്ലും സംഘവും തിരുത്തിയത്. ഇന്ത്യ ടെസ്റ്റ് ജയിക്കുന്ന 60ാമത്തെ വേദിയാണ് എഡ്ബാസ്റ്റൺ. ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ആകാശ് ദീപ് ഇന്ത്യക്കായി തകർപ്പൻ പ്രകടനം പുറത്തെടുത്തു. 6 വിക്കറ്റുകൾ വീഴ്ത്തിയ ആകാശാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെ തകർത്തത്. ഒന്നാം ഇന്നിംഗ്സിൽ താരം 4 വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. 1976 ശേഷം ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ 5 പ്രധാന ബാറ്റർമാരിൽ 4 പേരെയും പുറത്താകുന്ന ആദ്യ ബൗളർ എന്ന നേട്ടവും ആകാശിന് സ്വന്തമായി. 99 പന്തുകളിൽ നിന്നും 4 സിക്സും 9 ഫോറും അടക്കം 88 റൺസ് എടുത്ത ജാമി സ്മിത്ത് ആണ് ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സിലെയും ടോപ്പ് സ്കോറർ. ഒന്നാം ഇന്നിംഗ്സിൽ താരം 184 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നിരുന്നു. 5ാം ദിനം രാവിലെ പെയ്ത മഴയ്ക്കും എഡ്ബാസ്റ്റണിലെ ആകാശത്ത് നിറഞ്ഞ കാർമേഘങ്ങൾക്കും ഇന്ത്യയുടെ വിജയത്തെ തടയാനായില്ല. മഴ മൂലം 1.5 മണിക്കൂർ വൈകിയാണ് മത്സരം ആരംഭിച്ചത്. 3-ന് 72 റൺസ് എന്ന നിലയിൽ 5ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിനെ 8 റൺസ് കൂട്ടിച്ചേർത്തപ്പോഴേക്കും ഓലി പോപ്പിന്റെ വിക്കറ്റ് നഷ്ടമായി. 50 പന്തിൽ 24 റൺസ് എടുത്ത താരത്തെ ആകാശ് ദീപാണ് പുറത്താക്കിയത്. പിന്നാലെ സ്കോർ 83-ലെത്തിയപ്പോൾ ഹാരി ബ്രൂക്സിനെ ആകാശ് ദീപ് വിക്കറ്റ് മുന്നിൽ കുടുക്കി. 31 പന്തിൽ 24 റൺസായിരുന്നു ഒന്നാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ബ്രൂക്സിന്റെ സമ്പാദ്യം. 48 പന്തിൽ നിന്ന് 38 റൺസ് എടുത്ത ബ്രൈഡൻ ഹാൻസിനെ വീഴ്ത്തി ആകാശ് ദീപാണ് ഇന്ത്യയുടെ ജയം കുറിച്ചത്. ഇന്ത്യക്കായി മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി.